വിജ്ഞാനഭൈരവ തന്ത്രത്തിൽ പലതരം മനുഷ്യജന്മങ്ങളെ കുറിച്ചിട്ട് മഹാദേവൻ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് 84 ലക്ഷം ഗർഭപാത്രങ്ങൾ കടന്നിട്ടാണ് ആദ്യം മനുഷ്യജന്മം കിട്ടുക. 84 ലക്ഷം ഗർഭപാത്രം പറയുമ്പോൾ 84 ലക്ഷം ജീവികൾ ആദ്യമായിട്ട് മനുഷ്യജന്മം കിട്ടുന്നത് അങ്ങനെയാണ്. അങ്ങനെ ജനിക്കണ ഒരു കാറ്റഗറി. രണ്ടാമത് മനുഷ്യനായിട്ട് ജനിച്ചു, കയ്യിലിരിപ്പോണ്ട് വീണ്ടും താഴത്തെ തട്ടുകളിലേക്ക് പോയി, പട്ടി, പൂച്ച, ഈച്ച, കൊതു ഒക്കെ ആയിട്ടൊക്കെ ജനിച്ച് വീണ്ടും മനുഷ്യനായിട്ട് ആ ദ്രോഹങ്ങളൊക്കെ അനുഭവിച്ച് തിരിച്ചു വന്ന് വീണ്ടും ജനിക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി പുണ്യങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് ദേവനായിട്ട് ജനിക്കേണ്ടി വന്നു. കുറേ വർഷങ്ങൾ ദേവനായിട്ടിരുന്നു. എല്ലാ ദേവന്മാരും അമരന്മാരല്ല. ദേവനും ഒരിക്കൽ മരിച്ചേ പറ്റൂ, ബ്രഹ്മാവിന് പോലും മരിക്കണം. അപ്പം ദേവന് മോക്ഷം കിട്ടണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം. ദേവന് മോക്ഷം കിട്ടാൻ അല്ലാണ്ട് മാർഗമില്ല. അങ്ങനെയാണ് ദേവൻ. നമ്മുടെ ഇടയിലൊക്കെ പല മഹാത്മാക്കൾ ജനിക്കണത് അങ്ങനെയാണ്. ദേവന്മാർ ഒരു കാറ്റഗറി അങ്ങനെയാണ്. അപ്പോൾ അവരിവിടെ താഴേക്ക് ഇറങ്ങി വന്ന് അവർ ജനിക്കും. അത് മൂന്നാമത്തെ വിഭാഗം. ഇനി നാലാമത്തെ വിഭാഗം ഈ ചക്രത്തു നിന്നൊക്കെ കടന്നു. ഇപ്പോൾ വ്യാസ മഹർഷി, അല്ലെങ്കിൽ ശുഗ മഹർഷി, അല്ലെങ്കിൽ അതിദിവ്യന്മാരായിട്ടുള്ള ബ്രഹ്മനിഷ്ഠരായിട്ടുള്ള ആൾക്കാർ, അവർക്കിനി ജനനില്ല. അവർ പോയി വിടുന്നു. അവർ പൂർണ്ണമായിട്ടും ആ പ്രപഞ്ചമാകണ മഹാസാഗരത്തിൽ, ആ ബ്രഹ്മാകണ സാഗരത്തിൽ ലയിച്ചു കഴിഞ്ഞവരാ. പക്ഷേ ഭഗവാൻ ചിലപ്പോൾ ഇച്ഛിച്ചാൽ വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ട് മോക്ഷം കിട്ടി എന്നുള്ളത് കൊണ്ട് ഇത് ഫൈനൽ ജന്മം എന്ന് എവിടെ എഴുതി വയ്ക്കാൻ പറ്റില്ല. ഭഗവാൻ വിചാരിക്കുകയാണ്, എന്നിൽ ലയിച്ചു ചേർന്ന ആ അംശം ഭൂമിയിൽ പോയിട്ട് വീണ്ടും ജനിച്ചിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അങ്ങനെ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയക്കും. ആ പറഞ്ഞയക്കുമ്പോൾ അങ്ങനെ ജനിക്കുന്ന വ്യക്തികൾക്ക് മാത്രം ഏതമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ജനിക്കാമെന്ന് നിശ്ചയിക്കാൻ പറ്റും. അവരവരുടെ അമ്മയെ നിശ്ചയിക്കും, അച്ഛനെ നിശ്ചയിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് അനുകൂലമായ കാലത്ത് ചിലപ്പോൾ പരമ ദുരിതത്തിലോ അല്ലെങ്കിൽ പരമ സൗഭാഗ്യത്തിലോ അവർ വന്ന് ജനിക്കും. ചില ജന്മങ്ങൾ പരമ സൗഭാഗ്യമായിരിക്കും. ദേഹനെങ്കിൽ പണിയെടുക്കുക പോലും വേണ്ട, നാമം ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ജനിക്കും. എന്നിട്ട് അങ്ങനെ ജനങ്ങളെ സാക്ഷാത്കാരത്തിൻ്റെ പാതയെ കൊടുക്കുക. അത് നാലാമത്തെ ആൾക്കാരാണ്. ഋഷി അവതാരങ്ങളാണ്. ശ്രീരാമകൃഷ്ണദേവനെയൊക്കെ പോലെ, അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമിയൊക്കെ പോലെ. അഞ്ചാമത്തെ മനുഷ്യജന്മം സ്വയം ഭഗവാൻ ഇറങ്ങി വരണമാണ്. അത് അപൂർവത്തിൽ അപൂർവമാണ്. അവതാരം. നക്ഷത്രമണ്ഡലങ്ങളിൽ നിന്ന് ഭഗവാൻ ഇറങ്ങി വരുമ്പോൾ അതിനെ അവതാരം എന്ന് വിളിക്കും. അതൊരു വിശേഷ ജന്മം. അങ്ങനെ 5